മലയാളത്തിൽ സംസാരിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ സമയം കുടുംബമായി ദൈവത്തെ ആരാധിപ്പാനായിട്ട് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നുപോയ ഒരു ചിന്ത, ഏകദേശം ഒരു 50 വർഷം മുമ്പ് ഞാൻ ആദ്യമായി ആരാധനയോടത്തിൽ കടന്നു വന്ന സന്ദർഭമാണ്. സ്നാനപ്പെട്ട് ആദ്യമായി കൂട്ടായ്മയിൽ കടന്നു വന്ന ആ ദിവസം ഞാൻ ഓർത്തുപോയി. അന്ന് പാടിയ ഒരു പാട്ടിൻ്റെ വരികൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. നിന്ദിതനായി, നിസ്സാരനായി, നിസ്സഹായനായി എന്ന പാട്ട്, മനുവേല വന്ദനം എന്ന് പറയുന്ന പാട്ടിൻ്റെ വരികളാണ് അത്. അതിൻ്റെ നിന്ദിതനായി എന്ന് പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ എന്നെ സ്റ്റിക്ക് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അത് ആഴത്തിൽ പതിഞ്ഞു. എപ്പോഴൊക്കെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിന്ദിതനായി തീർന്നത്? പല കാര്യങ്ങളും നാം ദൈവജനത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ പലതരത്തിലും അവർ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്ത സന്ദർഭങ്ങളുണ്ടായി. മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയുന്നവനെ ഇതാ കുരിശിൻ മേൽ നിന്ന് ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞ് അവഹേളിച്ച അവസരങ്ങളുണ്ടായി. പക്ഷേ എനിക്ക് വളരെയധികം എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുവാൻ കാരണമായ ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്ദിച്ചത് അവർ അവൻ്റെ മുഖത്ത് തുപ്പി എന്നാണ്. അവർ അവൻ്റെ മുഖത്ത് തുപ്പി. നമ്മളാരും വേറെ ആളുടെ മുഖത്ത് തുപ്പില്ല. എന്തെങ്കിലും കാരണവശാൽ ഉണ്ടായി കഴിഞ്ഞാൽ വല്ല വഴക്ക് പറയുകയോ അല്ലെങ്കിൽ അടിക്കുകയോ വല്ലതും ചെയ്താൽ തന്നെയും തുപ്പുക എന്ന് പറയുന്നത് അത്രയധികം അവഹേളനകരമായ ഒരു കാര്യമാണ്. നമ്മളെ ആരും തുപ്പിയിട്ടില്ല, നമ്മളാരും തുപ്പുമില്ല. അങ്ങനെ ആരെങ്കിലും തുപ്പിക്കഴിഞ്ഞാൽ മറ്റുള്ളവരും ചേർന്ന് നമ്മളെ ശരിയാക്കുകയും ചെയ്യും. അങ്ങനെയുള്ള അവസ്ഥയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ തുപ്പുവാനായിട്ട് ഇവർ തുനിഞ്ഞത് എനിക്ക് വലിയ ഒരു ഞെട്ടലോടുകൂടിയാണ് ഞാൻ എപ്പോഴും ആ ഭാഗം വായിക്കുന്നത്. ആരാണ് അവരുടെ മുമ്പിൽ നിന്നത്? സകല അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവാണ്. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവപുത്രൻ അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്കത് മനസ്സിലായില്ല. നമ്മൾ വായിക്കുന്നത് സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനായവൻ കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ അവർക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ പൗലോസ് എഴുതുന്നുണ്ട്, അവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഒരു തേജസ്സിന്റെ കർത്താവിനെ ഒരു ക്രൂശിക്കയിലായിരുന്നു നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ സന്ദർഭങ്ങളിലെല്ലാം കർത്താവായ യേശു ക്രിസ്തു മിണ്ടാതെ നിന്നു എന്നുള്ളതാണ്. ഒരക്ഷരം മിണ്ടിയില്ല. ഒരു പ്രതിഷേധത്തിന്റെ സ്വരം പോലും താൻ ഉയർത്തിയില്ല. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധത്തിന് നമ്മളെ ആരെങ്കിലും തുപ്പാനായിട്ട് വരികയാണെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ തന്നെയും എന്ന് പറഞ്ഞിട്ട് കൈയെങ്കിലും ഇങ്ങനെ കാണിക്കുമായിരുന്നു. അതുപോലും കാണിച്ചില്ല. ഇതിനെല്ലാം തിരുവഴുത്തുകളുടെ നിവൃത്തി വരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രവചന പുസ്തകത്തിലും സങ്കീർത്തനത്തിലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 50-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, എൻ്റെ കയ്യിൽ ഇംഗ്ലീഷ് ബൈബിളാണ്, ആരെങ്കിലും വായിച്ച് സഹായിച്ചിരുന്നതായിരിക്കും. യെശയ്യാവിന്റെ പുസ്തകം 50-ാം അധ്യായം 6-ാമത്തെ വാക്യം. അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുത്തു. എന്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. എന്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും ഞാൻ മറച്ചിട്ടുമില്ല. അത് ശ്രദ്ധിക്കണം. ആ മറച്ചിട്ടുമില്ല എന്ന് പറയുന്ന കാര്യം, മറയ്ക്കാനായിട്ട് എന്താ ഉള്ളത്? വസ്ത്രമില്ല. വരയ്ക്കാനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് കൈകൊണ്ട് മാത്രമേ മറയ്ക്കാൻ ഒക്കുകയുള്ളായിരുന്നു. അതുപോലെ ചെയ്തില്ല കർത്താവായ യേശു ക്രിസ്തു, ചെയ്തില്ല. അങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ ഒരു ധ്വനി അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി താൻ കാണിച്ചിരുന്നുവെങ്കിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു ചിന്ത ഇതായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ
ഹെരോദ രാജാവിനെ കുറിച്ച് നാം വായിക്കുന്നു. ഹെരോദ രാജാവ് യഹോവയ്ക്ക് മഹത്വം കൊടുക്കാകയാൽ ദൈവം അവനെ അടിച്ചു, അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു എന്നാണ്. കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. വളരെ ഗൗരവപരമായിട്ടുള്ള വാക്കുകളാണ്. നമ്മൾ വളരെ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് അത് വായിച്ചു പോകുന്നു എന്നല്ലാതെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ധ്യാനിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു സംഭവം അവിടെ നടന്നേക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ തുപ്പിയത് ആരായിരുന്നു? തുപ്പിയത് റോമൻ പടയാളികളായിരുന്നു തുപ്പിയതെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അവിടെ എഴുതിയിട്ടില്ലെങ്കിലും അവർ അവനെ തുപ്പി എന്ന് വെച്ചാൽ മോർ ദാൻ 1 തുപ്പി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 500 റോമൻ പടയാളികൾ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വന്ന് തുപ്പി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവിനെ ചമ്മട്ടി കൊണ്ട് അടിച്ചു. കർത്താവിൻ്റെ തലയിൽ നിന്നെല്ലാം രക്തം വാർന്നുകൊണ്ടിരുന്നു. ഈ തുപ്പി 500 പേരുടെ തുപ്പല് ഏറ്റുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ കർത്താവ് ഒരു അക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ്. മിണ്ടിയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹെരോദാവിന് സംഭവിച്ച പോലെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ്. അവിടെയുള്ള ന്യായാധിപ സംഘം അവിടെ തന്നെ നിർത്തി വയ്ക്കും. ഈ മനുഷ്യൻ നരകയോഗ്യനല്ല, കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞിട്ട് പിരിച്ചുവിടുവായിരുന്നു. കർത്താവിൻ്റെ ക്രൂശീകരണം അവിടെ സംഭവിക്കില്ലായിരുന്നു. എന്നാൽ വലിയനായ ദൈവത്തിൻ്റെ ഉദ്ദേശം അങ്ങനെ അല്ലായിരുന്നല്ലോ. ആ സമയത്ത് നമ്മൾ എന്താണ് വായിക്കുന്നത്? കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി അവൻ ജനിക്കേണ്ടതാണ്. അവൻ ജനിച്ചു. അത് കഴിഞ്ഞ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അവൻ തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. അതും തക്ക സമയത്ത് നടക്കേണ്ടതായിരുന്നു. ചിലപ്പോൾ ഞാൻ ഓർക്കും, കർത്താവ് യേശുക്രിസ്തു 2000 വർഷം മുമ്പ് മരിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴാണ് കർത്താവ് ആദ്യം വരവ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴൊന്നും അങ്ങനെ ഒരാൾ അങ്ങനെ കുരിശീകരിച്ച് കൊല്ലുവാനായിട്ട് സാധിക്കില്ല. ദൈവം എത്രയോ നമ്മുടെ കരുണ കാണിച്ചു. കർത്താവ് യേശുക്രിസ്തു ഒരക്ഷരം നിന്നു. അതുകൊണ്ട് ആ സംഭവങ്ങളെല്ലാം നടന്നു. ദൈവം നമുക്ക് തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് ജീവനുള്ള പുതുവഴി സൃഷ്ടിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞിട്ട് 7-ാമത്തെ വാക്യം വായിക്കാം. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. എന്റെ മുഖം ഞാൻ തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ അത് വായിക്കുന്നത്, ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് I set my face like a flint stone. ഫ്ലിന്റ് എന്ന് പറയുന്ന ഒരു പദം അല്ലെങ്കിൽ തീക്കല്ല് വളരെ ശക്തിയേറിയ ഒരു കഠിനമായിട്ടൊരു കല്ലാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കത്തി മൂർച്ച കൂട്ടാനായിട്ട് ആൾക്കാർ വരുമ്പോൾ അവർ ഉപയോഗിക്കുന്ന കല്ലാണ്. അപ്പൊ ഏത് വാളും കൊടുവാളും മൂർച്ച കൂട്ടുവാനായിട്ട് ആ കല്ലിന് സാധിക്കും. അതുപോലെയാണ് കർത്താവ് യേശുക്രിസ്തു തന്റെ മുഖം നീട്ടിപ്പിടിച്ചത്. എന്ന് വെച്ചാൽ എന്തിനും തയ്യാറാക്കി നടന്നത്. പിശാചുമായിട്ട് പോരടിച്ച് അങ്ങനെ ഒരു രക്ഷാ കാര്യം സാധിക്കുവാനായിട്ട് കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്കൊന്നും പോരാടാനായിട്ട് സാധിക്കില്ല. കർത്താവ് നമ്മൾ ചിലപ്പോൾ പാടുന്നത് എന്നെ വീണ്ടെടുപ്പാനായി എന്താശ്ചര്യ സ്നേഹം കർത്തൻ ഘോര മരണം മൂലമായി വീരനായി കാണിച്ചു. ദൈവം അങ്ങനെ ഒരു കർത്താവായ യേശുക്രിസ്തു അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ടും ദൈവം ഇങ്ങനെ നമുക്ക് ഒരു രക്ഷാവഴി ഒരുക്കിയതുകൊണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.